വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നേപ്പാളിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോണെയാണ്. നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മാസമൊക്കെ ആയി. 10 മാസം തൊട്ട് ഞാൻ ഈ മദർ ഹൗസിൽ തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ മദറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കൊച്ചി ടു നേപ്പാൾ സൈക്ലിങ്ങിന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ എത്തി. കുറച്ച് ആളായിട്ട് ഇവിടെ സ്റ്റക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് സൈക്ലിങ്. അപ്പോൾ സൈക്കിളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രാവലിംഗ് ഗിയേഴ്സ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം സൈക്കിളിലെടുത്ത് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ ഒറ്റ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ നേരെ ബാംഗ്ലൂരിലുള്ള ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. ഏകദേശം ഇപ്പോൾ മദർ ഹൗസിൽ നിന്ന് 60 തൊട്ട് 65 കിലോമീറ്റർ വരെയാണ് ഇഷ ഫൗണ്ടേഷൻ കാണിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്താലും വൈകിട്ടുള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ നേരെ ഇഷയിൽ പോയിട്ട് ഇഷയിലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. പിന്നെ ഈ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരോന്ന് റെഡിയാക്കണം. അപ്പോൾ കുറച്ച് തെറ്റുകളും കുറവുകളൊക്കെ ഉള്ള എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ ഒക്കെ ഒന്ന് മൊത്തത്തിലായിട്ടിരുന്ന് കണ്ട് ഇനി അടുത്ത കുറേ നല്ല യാത്രയിലെ അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പാക്കിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ശശിചേട്ടൻ്റെ വീടാണ്. ശശിചേട്ടൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് യാത്രയെല്ലാം പറയാനുണ്ട്. അതുപോലെ തന്നെ ശശിചേട്ടന് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊക്കത്ത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനാണ് മേളിൽ അവരുടെ വീടിൻ്റെ മേളിൽ വാട്ടർ പ്രൂഫിങ് തന്നെ. ഞാനിവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നാണല്ലോ. അപ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവിടുത്തെ വാട്ടർ പ്രൂഫിങ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടുത്തെ വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാൻ ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് അവരോടെല്ലാം യാത്രയെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വീടിൻ്റെ പരിസരത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശശിചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ശശിചേട്ടനോടൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പൊക്കത്ത് പോയിട്ട് ശശിചേട്ടൻ്റെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നല്ല രസമാണ്. മേളിൽ പോയി കഴിഞ്ഞാൽ സമയം പോകണം അറിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് മദർ ഹൗസാണ്. ശശിചേട്ടൻ്റെ വീടിൻ്റെ പൊക്കത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് മദർ ഹൗസിൻ്റെ. അപ്പോൾ ഇത് ഞാൻ രാവിലെയും കൂടി തന്നെ നിന്നാണ് ഫുള്ള് പെയിൻ്റ് അടിച്ചൊക്കെ തീർത്തത്. വീട് കുറച്ച് വലിപ്പം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സമയം കുറേ എടുത്ത് 2 മാസം മേളിലായി പെയിൻറ്റിങ് കഴിയാനായിട്ട്. അങ്ങനെ ഇതാണ് ശശിചേട്ടൻ്റെ ചെടികൾ തുടങ്ങുന്ന സൈഡ്. ഇവിടെ നിന്ന് ഇത് ലെമൺ ഗ്രാസ്, അതുപോലെ തന്നെ വഴുതനങ്ങ, ചേമ്പ്, ചേന, അങ്ങനെ വേണ്ട എല്ലാ ചെടികളും പരമാവധി ശശിചേട്ടനെ കൊണ്ട് പറ്റാവുന്നത്ര ശശിചേട്ടൻ കളക്ട് ചെയ്തിട്ട് കൃഷി ചെയ്യണുണ്ട്. ഞാൻ കാണാത്ത ചെടികൾ വരെ, കുറേ വെറൈറ്റി ചെടികൾ വരെ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഈ കാണുന്ന മരം എന്ന് പറഞ്ഞാലും കരിന്നൂച്ചെന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവേദനയും ശരീരം വേദനയൊക്കെ വരാൻ നേരത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കണയൊക്കെ മേല് കഴുകണയൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു വള്ളിച്ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് അച്ചിങ് അതുപോലെയുള്ള വള്ളിച്ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് ശശിചേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. മുളയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ പണിത് വെച്ചിട്ടുണ്ട്. ശശിചേട്ടൻ ഇങ്ങനെ ഓരോ സമയം കിട്ടുമ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ടെറസ് നല്ല രസമാണ് ടെറസിൻ്റെ പൊക്കത്ത് വരെ. ഈ ടെറസാണ് ഞാൻ ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്ത് ചെടികളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി ആദ്യം ഒരു സൈഡിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് ചെയ്ത്. അങ്ങനെ ഇവിടെയെല്ലാം നല്ല കുറേ സൗഹൃദങ്ങളോടൊപ്പം തന്നെ നല്ല കുറേ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്ന വെച്ചത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളും മാസങ്ങളൊന്നും പോയി അറിഞ്ഞില്ല. ഞാൻ ഏകദേശം ബാംഗ്ലൂർ 10 മാസം എടുത്ത് ബാംഗ്ലൂർ തന്നെ നിന്ന് പോയതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ താഴെയും ശശിചേട്ടൻ കൃഷി ചെയ്യണുണ്ട്. ഞാൻ വന്ന് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ താഴെ ശശിചേട്ടൻ നട്ടൊരു കാച്ചിൽ വിളവെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും രാഹുലും ശശിചേട്ടനൊക്കെ കൂടി കുഴിച്ച് കാച്ചിലെടുത്തൊരു ഫോട്ടോയും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ശശിചേട്ടൻ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കൃഷിയും ചെയ്യുന്നത്. കാരണം നമുക്കൊരു ചെടികൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ചെറിയൊരു കേടുകൾ പോലും വരാതെ എല്ലാം നോക്കി എല്ലാ ദിവസവും അതിനെ പരിപാലിച്ച് ചെടികൾക്ക് ആവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളെല്ലാം പൊക്കെ തന്നെ ശശിചേട്ടൻ ഉണ്ടാക്കിയിട്ട് അതുങ്ങൾക്കെല്ലാം ഒഴിച്ചുകളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ചെടികളെല്ലാം പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികൾ മാത്രമല്ല, ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ലെയർ ഫുള്ള് കാണുന്നത് പൂച്ചെടികളുമാണ്.
ബാബു ബേബി ബേബി ടാറ്റടി പൂട്ടിടാം. ടാറ്റ പറഞ്ഞേ, ടാറ്റ. അങ്ങനെ നമ്മൾ ബാബുവിനോടും ബേബിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴേക്കാണ് അടുത്തൊരാളും കൂടി ഉണ്ട്, കണ്ട വാലാട്ടനുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ ഒരു സൗണ്ട് കേട്ട് അപ്പം തന്നെ ഓടി വരും. അതാണ് സിനിമോളാണ്. സിനിമോള് വന്നെയാണ്. ശരിക്കും എനിക്ക് നല്ലൊരു കൂട്ട് തന്നെയായിരുന്നു. ആരും ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും സിനിമോള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ പുറത്ത് നടക്കണമെങ്കിലും കറങ്ങി നടക്കണമെങ്കിലും ഗേറ്റിൻ്റെ ഒരു ഒച്ചയായിട്ടാൽ മതി, അപ്പോൾ ഓടി വരും. സിനിമോൾക്ക് അത്ര ശ്രദ്ധയാണ് നമ്മുടെ വീട്ടിലോട്ട്. അതുപോലെ തന്നെ സിനിമോൾക്ക് ഇവിടെ ഒരു വീടൊന്നും അല്ല, 2 വീടാണ് താമസിക്കാൻ വേണ്ടിയുള്ളത്. ഇപ്പം അമ്മ വിളിച്ചപ്പോഴേക്കും വന്ന വീടുണ്ട്, അവിടെയാണ് സിനിമോള് കിടന്നുറങ്ങണത്. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ മദർ ഹൗസിലും വന്നിട്ട് മദർ ഹൗസിൽ കിടക്കും. സിനിമോള് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകളൊക്കെ എല്ലാവരോടും പറഞ്ഞ് ഇപ്പം ഇറങ്ങാൻ വേണ്ടി നിൽക്കണതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ശശിചേട്ടനും ഫാമിലി എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി അവരും നിൽക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് ശശിചേട്ടൻ. അതുപോലെ തന്നെ ഇത് ശശിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ സൈക്കിളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം, മദർ ഹൗസിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഈ ഷെയ്ക്കാൻ്റെ തന്നെയാണ് ശരത്തേട്ടൻ. അതുപോലെ തന്നെ ഇത് സുസ്മിത് ബ്രോൻ്റെ ഫ്രണ്ടാണ്. ഇതാണ് സുസ്മിത് ബ്രോ. ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നിൽക്കണ കൊണ്ടിട്ട് മുഖം ക്ലിയർ ആയിട്ടില്ല. പിന്നെ പുറത്തേക്കണ ആൻറ്റി എന്ന് പറഞ്ഞാൽ ശശിൻ്റെ വൈഫാണ്. ആൻറ്റിയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ തന്നിട്ടിരുന്നത് വെച്ചാൽ കേരള സ്പെഷ്യൽ ഫുഡുകളൊക്കെ വെക്കാൻ നേരത്ത് ഇടയ്ക്ക് ഞാൻ ഒറ്റക്കാണെങ്കിലും വിളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ അന്വേഷിച്ചിട്ട് ഇടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നരും. അതൊക്കെ കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ഫീലും ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല, ബാംഗ്ലൂർ ആണെന്ന് അറിയണ്ടായിരുന്നില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ബാംഗ്ലൂർ എന്ന് തോന്നിക്കൊണ്ടിരുന്നത് വെച്ച്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ആയപ്പോഴേക്കും കുറച്ച് ലഗേജുകൾ ഷെയ്ക്കുകളെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കെട്ടാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് നേരെ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും റെസ്റ്റ് എടുക്കുള്ളൂ. കുറച്ച് ലേറ്റായി ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഉച്ചയായി സമയം. അങ്ങനെ സൈക്കിളോട്ട് വന്ന വഴിക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടിയപ്പോഴേക്കും ഇവിടെ കുറച്ച് നേരം കയറിയിരുന്നു. ഇതിപ്പോൾ ഞാൻ കയറിയുന്ന ഒരു മന്ദിരമാണ്. ഇത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേ കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും വളരെ ഉപകാരമായിട്ട് നിൽക്കും. കാരണം മരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല തണലിൽ തന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളിനി സൈക്കിളോട്ട് പോകാനുള്ള ഹൈവേ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നിട്ട് അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി ഇപ്പോൾ വന്നവഴിക്ക് ഇതൊക്കെ ഫ്ലൈ ഓവറാണ്. ഹൈവേ കൂടി വരുമ്പോൾ ഇതേപോലെ താഴത്തുകൂടി സർവീസ് റോഡ് ഉണ്ടാവും. പക്ഷേ താഴത്ത് സർവീസ് റോഡ് പോയി കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഹൈവേ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ ആകുമ്പോൾ ഫ്ലൈ ഓവറിൽ കൂടി കയറി ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പോലെ ഇങ്ങനെ വന്നിറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ വന്നവഴിക്ക് ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എയർപോർട്ടിൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വഴിയാണ് എയർപോർട്ടിലോട്ട് പോകാനായിട്ടുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഈ റെസ്റ്റ് ചെയ്യണ സർവീസ് റോഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഫ്ലൈ ഓവർ വഴി കയറി പോകുമ്പോഴാണ് എയർപോർട്ട് റോഡ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെയുള്ളതാണ് ഹൈവേ. അപ്പോൾ ഞാൻ ഈ സർവീസ് റോഡ് കയറി കൊണ്ടിട്ട് എനിക്ക് നേരെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന വഴിക്ക് ഇപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് ബേക്കറി കയറി ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ബേക്കറി കയറിയതാണ്. അങ്ങനെ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനിവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്ന് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പയ്യെ സൈക്കിളോട്ട് തുടങ്ങാം. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ വന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു ഫ്ലൈ ഓവർ എത്തിയപ്പോഴാണ് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പോകണതാണ്. അപ്പോൾ അത് നല്ല രസമായി കൊണ്ടിട്ട് ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ ഒരു ഫ്ലോർ ഇങ്ങനെ പണിതിട്ടേക്കണം. ഞാൻ വിചാരിച്ചത് എന്താ ഒരു ബിൽഡിങ് സൈഡിൽ പണിതിട്ടേക്കണമെന്ന് വിചാരിച്ചു. കാരണം ഹൈവേ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് രാത്രിയാണെങ്കിൽ കുറേ പേര് കള്ളുകൂടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ചിങ്ങനെ നടന്നു നോക്കി ഗ്യാപ്പ് വന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ സൈഡിൽ കൂടി ഒരു റെയിൽവേ ട്രാക്കും ഉണ്ട്. അപ്പോൾ ഹൈവേയുടെ തൊട്ട് ചേർന്നുള്ള റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടെ തന്നെ പണിതൊരു ടണൽ മോഡൽ ഒരു ക്രോസിംഗ് ആണ്. അതായത് ട്രെയിനാണെങ്കിൽ പോകുന്ന ടൈമിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് വന്നിട്ട് തെറിച്ച് പോകാനുള്ള ചാൻസൊക്കെ കൂടുതലുള്ളതുകൊണ്ടിട്ട് തന്നെ ആയിരിക്കും അവരിങ്ങനെ പണിത് വെച്ചേക്കണം. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കുറേ ഡെവലപ്മെൻറ്റുകളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കുറേ നല്ലതിനായിട്ടുള്ള നല്ലത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടി ഇങ്ങനെ ഓരോ ഫ്ലൈറ്റുകൾ പോകുമ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ സൈക്കിളോട്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് അടുത്തൊരു കലക്കം വ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇവിടെ നിന്ന് നിർത്തിയതാണ്.
ഇതെന്ന് പറഞ്ഞാൽ താഴെ ഒരു ചെറിയൊരു ടൗൺ പോലത്തെ ഒരു ഏരിയ ആണ്. ഒരു മലയും അതിൻ്റെ ഫ്രണ്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ട്രാക്ക്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു റോഡ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കൊണ്ടിട്ട് അത് നിങ്ങളിലോട്ട് കാണിക്കാൻ കൂടി ഇവിടെ ഒന്നും കൂടി നിർത്തിയതാണ്. ഇത് നേരത്തെ കാണിച്ച ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെയുള്ള അടുത്തൊരു ഫ്ലൈ ഓവർ തന്നെയായിരുന്നു. എന്തായാലും കുറേ ഫ്ലൈ ഓവർ കയറി വരുമ്പോൾ നല്ല കുറേ കാഴ്ചകൾ ഇതേപോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സൈക്കിളോട്ടി ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനെ കുറച്ച് സൈക്കിളോട്ടി കഴിഞ്ഞ് അടുത്തൊരു കാഴ്ച കണ്ട് നിർത്തിയതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സമയം വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ താഴ്ന്നു വന്നിട്ട് ഒരു നല്ലൊരു വ്യൂ തന്നെ ആണ് ഇവിടെ. ഒരു 2 കരിങ്കല്ലിൻ്റെ ഒരു 2 പാലം പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടന്ന് നേരെ ക്രോസ് ചെയ്ത് വരുമ്പോഴേക്കും ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റം വരെ ഇങ്ങനെ പുൽമൈതാനം ഇങ്ങനെ കിടക്കണം. അതിൻ്റെ അറ്റത്തായിട്ട് മലകളാണ്. ലെഫ്റ്റ് സൈഡിൽ കറക്റ്റ് ഒരു എൽ ഷേപ്പിൽ കൃഷി ചെയ്യണുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ മുന്തിരി കൃഷിയാണ്. അങ്ങനെ ഏകദേശം ഈ ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കൃഷികളെല്ലാം മുന്തിരി കൃഷികൾ തന്നെയാണ് ഈ ഭാഗത്ത് എല്ലാവരും ചെയ്യണത്. പിന്നെ ഇടയ്ക്കൊക്കെ മാത്രമേ വേറെ എന്തെങ്കിലും കൃഷികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ പറ്റണുള്ളൂ. അങ്ങനെ സൈക്കിളോട്ടി രാത്രി ആയപ്പോഴേക്കും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തി. എൻ്റെ സൈക്കിളിനാണെങ്കിൽ ലൈറ്റ് ഒന്നുമില്ല. ലോറിക്കാരാണെങ്കിൽ സൈഡിൽ കൂടിയൊക്കെ വന്നിട്ട് അവർക്കും എന്നെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ഈ സൈഡിലുള്ള ഒരു ഹോട്ടലിൽ, ഞായറാഴ്ച കൊണ്ട് തന്നെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹോട്ടൽ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടെൻ്റ് അടിച്ചുവിട്ടെ എന്ന് വന്ന് ചോദിച്ചപ്പോഴേക്കും ഇതിൻ്റെ ഓണർ പറഞ്ഞു പുറത്ത് ഇവിടെ ഹൈവേൻ്റെ സൈഡ് തന്നെ കൊണ്ടിട്ട് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് കിടന്നു കഴിഞ്ഞാലും രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ പുള്ളിക്കാരൻ തന്നെ പുള്ളി പറഞ്ഞു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കട അടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കടേൻ്റെ ഫ്രണ്ടിൽ ഇത്ര സ്പേസ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് വിടും. എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടി കിട്ടിയേക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും കൂടണം. ഇനിയിപ്പോൾ നാളെ ഇഷയിലേക്ക് പോകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇഷ. അങ്ങനെ ഇന്ന് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച അത്ര തന്നെ സൈക്കിളോട്ടി എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇനിയും നല്ല യാത്രയിലെ അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ ഈ ചാനലിൽ വരണമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്